ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിലും അല്പസമയം നമുക്ക് ഒരുമിച്ചിരിക്കുവാൻ സാധിച്ചുവല്ലോ. ഈ കൂട്ടായ്മ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. സമയം ഒക്കെ അതിക്രമിച്ചിരിക്കുക എങ്കിലും അല്പനിമിഷം നമുക്ക് ഒരു വിഷയത്തിനെപ്പറ്റി ചിന്തിക്കാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലതും പുറത്തുനിന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ജീവിത രീതികളെ തന്നെ. അതിലൊന്നാണ് എല്ലാവരും ഭയപ്പെടുന്നതും എല്ലാവരും ആകാംക്ഷയോടൊക്കെ നോക്കിക്കാണുന്നതുമായ ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സയൻസ് ആൻഡ് ആൻ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ. അത് ആര് ചെയ്താലും അത് അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. എന്നാൽ ജ്യോതിഷം എന്ന് പറയുന്നത് അതൊരു ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും ആകർഷണ വികർഷണത്താൽ നിയന്ത്രിക്കുന്നുണ്ട് ഗ്രഹങ്ങൾ. അത് ഗ്രഹങ്ങളുടെ ധർമ്മമാണ്, അത് ഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രൻ്റെ ആകർഷണത്താൽ കടലിലെ ജലം മുകളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിന് വേലിയേറ്റമെന്നും അതിറങ്ങുമ്പോൾ അത് വേലിയിറക്കുമെന്നും പറഞ്ഞു. ഇതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, അത് സത്യവുമാണ്. എന്നാൽ ഈ സ്വാധീനങ്ങളെയൊക്കെ പൊട്ടിച്ച് പുറത്തു വരുവാൻ മനുഷ്യന് കഴിയും. നമ്മുടെ ഉള്ളിൽ അതിന് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് നമ്മൾക്ക് അറിയാൻ പറ്റാതെ അല്ലെങ്കിൽ അറിയാൻ നമ്മളതിന് ശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഉള്ള ആ സ്പിരിറ്റിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ആ നാച്ചുറൽ ഹോളി സ്പിരിറ്റിനെ, സൂപ്പർ നാച്ചുറൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾക്ക് ചില സമയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും, നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റാത്തതുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കിന് ശക്തിയുണ്ട്, ഞങ്ങളുടെ പ്രവൃത്തിക്ക് ശക്തിയുണ്ട്, നമ്മുടെ നോട്ടത്തിന് ശക്തിയുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്കിതൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനെയൊക്കെ നമ്മൾ പൊട്ടിക്കണം. ഇതിനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റിനെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ പറയുന്ന രീതികളിലേക്ക് ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദേഹം ദേഹി ആത്മാവ് എന്ന് പറഞ്ഞാൽ ദേഹം പറയുന്നത് മനസ്സ് കേൾക്കും, മനസ്സ് പറയുന്നത് ആത്മാവ് കേൾക്കും. എന്നാൽ ഇതല്ല ശരി, നേരെ തിരിച്ചാണ്. ആത്മാവ് ദേഹി ദേഹം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ സ്പിരിറ്റ്, ആത്മാവ് പറയുന്നത് നമ്മുടെ മനസ്സ് കേൾക്കണം, നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മുടെ ശരീരം കേൾക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കെല്ലാത്തിനെയും നമ്മളുടെ കൈപ്പിടിയിൽ നിർത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, നമ്മുടെ ശാരീരിക പ്രക്രിയകളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ കുടുംബജീവിതത്തിനെ എല്ലാം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അതിന് നമ്മൾ ഒരു ശാസ്ത്രത്തിൻ്റെയും പുറകിന് പോകേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും നമ്മളുടെ അധീനതയിലിരിക്കേണ്ടവരാണ്, നമ്മൾ പറയുന്നത് കേൾക്കേണ്ടവരാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം പ്രിയരെ. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് അടുത്ത ദിവസം കേൾക്കാം. എങ്ങനെ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അതിനുള്ള സ്പിരിറ്റ്, അതായത് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനെപ്പറ്റി നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇന്ന് നിങ്ങൾക്ക് കേട്ടതെല്ലാം നിങ്ങളത് മനസ്സിൽ വെച്ചാട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഈ സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ് ഇത് നിങ്ങളുടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ പറയുന്നതേ നടക്കത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പറയുന്നതേ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നതേ നിങ്ങളുടെ തലമുറയിൽ നടക്കത്തുള്ളൂ. ഇത് നിങ്ങൾ അക്കമിട്ട് ഉറപ്പിക്കണം. ഇന്ന് രാത്രിയിലും നിങ്ങൾ സുഖമായി ഉറങ്ങിയാട്ടെ. നാളെ പ്രഭാതം നമ്മൾക്ക് വീണ്ടും പൂർണ്ണാരോഗ്യത്തോടെ സന്ധിക്കാം, കാണാം. ആ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും നാളെ ഒന്നിക്കാം. എല്ലാവരും സുഖമായി ഉറങ്ങട്ടെ. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി ഭാഗം
നാളെ നമ്മൾക്ക് വീണ്ടും കേൾക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരു ഗുഡ് നൈറ്റ് നേരുകയാണ്. സ്വീറ്റ് ഡ്രീംസ് നേരുകയാണ്. ഗുഡ് ബൈ.